സമസ്ത 100-ാം വാർഷിക സമാപന സമ്മേളനത്തിൽ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ മുഴുവൻ സംഘങ്ങളും വ്യക്തികളും മാതൃസംഘടനയായ സമസ്തയിലേക്ക് തിരിച്ചുവരാൻ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്യുകയും കുനിയയിൽ ചേർന്ന സമസ്ത മുഷാവറ അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയതായി അറിയിക്കുകയും ചെയ്തുവല്ലോ. എന്തു പറയാനുണ്ട്? ഗർവാപ്പസി പോലെ എന്നാണ് തങ്ങൾ ഇതിനു പറഞ്ഞത്. ഈ തീരുമാനത്തെയും പ്രഖ്യാപനത്തെയും എങ്ങനെ വിലയിരുത്തുന്നു? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മാതൃസംഘത്തിലേക്ക് തിരിച്ചു പോരണം എന്ന് പറയുന്നുണ്ട്. ഏതാണ് ഈ സംഘം? ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാക്ക് സാധ്യമാകുമോ? കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇതിലുദ്ദേശിക്കപ്പെടാനിടയില്ല. പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും അതുപോലെ എല്ലാ മാധ്യമങ്ങളും ഇത് EKAP എന്നീ രണ്ട് വിഭാഗം സമസ്തയുടെ ഐക്യത്തിനുള്ള ആഹ്വാനമായും ആ ഐക്യത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്നവർ സമസ്തയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എല്ലാവരും ധരിച്ചിട്ടുള്ള പോലെ തന്നെ ഈ രണ്ട് സമസ്തകൾ, ആ രണ്ട് സമസ്തകളുടെ ഐക്യത്തെക്കുറിച്ചും അതിനുള്ള ആഹ്വാനവുമായാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വിട്ടുപോന്ന അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആദ്യത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വിട്ടുപോന്ന ഉലമാക്കൾ ചേർന്ന് അതുവരെ സമസ്തയിലുള്ളാത്ത ഉലമാക്കളെയും ഒരു സംഘടനയുമായി ബന്ധപ്പെടാത്ത ഉലമാക്കളെയും എല്ലാം ചേർത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘമാണ്. സമസ്തയുടെ പേരിൽ നിലകൊള്ളേണ്ടതില്ല. സാങ്കേതികമായും ഒരു റിപ്പബ്ലിക്കിൽ നിയമപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന് ആ സംഘത്തിൻ്റെ ഭരണഘടന പ്രകാരവും അതിൻ്റെ നിയമാവലിയും പ്രഖ്യാപിത നയവും എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഒരു സംഘം പ്രവർത്തിക്കുമ്പോൾ ആ സംഘത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ ഒരു വിധത്തിലും കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ സ്ഥാപിത കാലത്തുള്ള ഉദ്ദേശ്യലക്ഷ്യങ്ങളിൽ നിന്നും നയപരിപാടികളിൽ നിന്നും 42 വർഷത്തെ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോക്ക് പൂർണ്ണമായും ആധുനികതയിലേക്കാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സംഘത്തിന് രൂപം നൽകാൻ ഇടയാക്കും വിധം സമസ്തയിൽ നിന്ന് അന്ന് പോന്നവർ വാസ്തവത്തിൽ സമസ്തയുടെ ആശയവും ആദർശവുമായാണ് പോന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 4 മദ്ഹബുകളെയും സംരക്ഷിക്കുകയും 2 വിശ്വാസ സരണികളെയും സംരക്ഷിക്കുകയും അതിന് വിരുദ്ധമായിട്ടുള്ള പുത്തൻ വാദങ്ങളെ പ്രതിരോധിക്കുകയും ഇസ്ലാം ദീനുമായി ബന്ധപ്പെട്ടും ഭൗതികവുമായി ബന്ധപ്പെട്ടും ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ 4 മദ്ഹബുകാർക്കെന്നു മാത്രമല്ല ഒരു മദ്ഹബുകാരിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, ശാഫിഈ മദ്ഹബുകാർക്ക് തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു നിലപാടിലേക്ക് സമസ്തയുടെ 42 വർഷത്തെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആസൂത്രിതമായി സമസ്തയെ കൊണ്ടുപോകുന്ന ഒരു രംഗം വ്യക്തമാവുകയും അതിനു മുൻപ് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും
അതിൻ്റെ ഉദ്ദേശ പരിപാടികളിൽ നിന്നും സംഘത്തെ ആധുനീകരിക്കാനുള്ള പല പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കി ഇനി ഈ സംഘത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അന്നത്തെ പ്രസിഡന്റ് ശൈഖുന താജുൽ ഉലമായും താജുൽ ഉലമായോടൊപ്പം സമസ്തയെ വേർപിരിഞ്ഞവരും വിട്ടുപിരിഞ്ഞത്. ഔദ്യോഗികമായി സംഘത്തിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ മാത്രമാണ്. മറ്റാരും രാജിവെച്ചിട്ടില്ല. അന്നത്തെ 6 മുശാവറ അംഗങ്ങൾ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം ജനറൽ ബോഡി അംഗങ്ങൾ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരാരും തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് രാജിവെച്ചിട്ടില്ല ഔദ്യോഗികമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചത് പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെയും ആ സമസ്തയുടെ മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെയായിരുന്നു. ആ മെമ്പർഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. പിന്നെ അവരെ യോഗങ്ങളിലേക്ക് വിളിക്കാതാവുകയും അവർക്ക് മുശാവറയുടെ കത്തയക്കാതാവുകയും ചെയ്തുകൊണ്ട് അവരെ സമസ്തയുടെ മുശാവറയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അന്നത്തെ നിലയിൽ ചിന്തിച്ചാൽ 42 വർഷം പ്രായമായിട്ടുള്ള അന്നത്തെ സമസ്ത മുശാവറ 42 വർഷം അതിൻ്റെ പ്രവർത്തന രംഗത്തുള്ള മെമ്പർമാരിൽ നിന്ന് ശേഷിക്കുന്നത് അക്കാലത്ത് 3 പേരാണ്. ആ 3 പേരിൽ 2 പേരും ശൈഖുന താജുൽ ഉലമ വണ്ടൂരിലെ താജുൽ ഉലമായും താജുൽ ഉലമായുടെ സഹപാഠിയായ ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപിത കാലം മുതൽക്കുള്ള മെമ്പർമാരാണ്. ആ 2 മെമ്പർമാരോടൊപ്പം സമസ്തയിൽ സ്ഥാപിത കാലത്തുള്ള മെമ്പർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മർഹൂം അവർ മാത്രമാണ്. അപ്പോൾ അന്നത്തെ സ്ഥാപകകാല മെമ്പർമാരിൽ ഭൂരിപക്ഷവും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായിലേക്ക് പോന്നിട്ടുണ്ട്. ശേഷം 1967 നിലകൊള്ളുന്ന ഈ സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരിക്കാൻ ഇടയാക്കിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശാഖാപരമായ കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം സംഘത്തിൻ്റെ മസ്അലയായും സംഘത്തിൻ്റെ തീരുമാനമായും പ്രഖ്യാപിക്കുക എന്നതാണ് വാസ്തവത്തിൽ 8/4/67 ഒരു മുശാവറ എന്ന പേരിൽ ചേർന്ന 10-13 ആളുകൾ കൂടി ചേർന്നെടുത്തുള്ള മുശാവറയുടെ തീരുമാനം. ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴ്വഴക്കങ്ങൾക്കും പ്രഖ്യാപിത ലക്ഷ്യത്തിനും സ്ഥാപിത ലക്ഷ്യത്തിനും വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അതെല്ലാവർക്കും വളരെ വ്യക്തവുമാണ്. 4 മദ്ഹബുകളെയും ഉൾക്കൊള്ളുകയും 4 മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്വീകരിക്കുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏതാനും പേരുടെ അഭിപ്രായം സംഘടനയുടെ അഭിപ്രായമായി പാസ്സാക്കുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന പണ്ഡിതന്മാർ അതിനിടയാക്കിയ കാര്യം തന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം അന്ന് നിലവിലുള്ള മുശാവറ മെമ്പർമാരിൽ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നത് ശൈഖുൽ ഉലമ NK ഉസ്താദ് അവറുകൾ മാത്രമായിരുന്നു. ഈ അടുത്ത കാലം വരെ അവർ ജീവിച്ചിരുന്നുണ്ട്. ഈ അടുത്ത കാലം വരെ ജീവിച്ച അവർ ആണ് സമസ്തയുടെ പേരിൽ ഔദ്യോഗികമായി സമസ്തയുടെ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്ന അവിഭക്ത സമസ്തയുടെ മുശാവറങ്ങളിൽ ശേഷിക്കുന്ന ഒരാൾ എന്ന് നമ്മൾ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെയാണ് ഒരു സംഘത്തിൻ്റെ ഔദ്യോഗികതക്കും ഒരു സംഘത്തിൻ്റെ പാരമ്പര്യത്തിനും തെളിവെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാകാൻ ഏറ്റവും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും. കാരണം സംഘടനത്തിൻ്റെ ആദർശവും ആശയവും അതിൻ്റെ നയവും അങ്ങനെ തന്നെ കൊണ്ടുപോരുകയാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ചെയ്തത്. 42 വർഷത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം എങ്ങനെയാണോ ആ നയപ്രകാരം തന്നെയാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരണം മുതൽ ഇന്ന് വരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവരെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അവിഭക്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പർഷിപ്പ് നോക്കുകയാണെങ്കിലും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയിലെ അവിഭക്ത സമസ്തയിലെ മെമ്പർഷിപ്പ് ഉള്ളവരുള്ളൂ. ഇന്നും ഇന്നത്തെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്
മൗലാന കിടങ്ങൈ ഉസ്താദ് അവർകൾ സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ മെമ്പറാണ്, ജനറൽ ബോഡി മെമ്പറാണ്. 8467 തീരുമാനത്തെ ചോദ്യം ചെയ്ത മെമ്പർമാരിൽ ഒരു പ്രധാനിയാണ് ബഹുമാനപ്പെട്ട കിടങ്ങൈ ഉസ്താദ് അവർകൾ. ഇന്ന് 2 സമസ്തയിലുള്ള ഒരാളും അക്കാലത്ത് സമസ്തയുടെ മെമ്പർമാരല്ല. അപ്പോൾ സമസ്തയുടെ മെമ്പർഷിപ്പ് ആർക്കാണുള്ളത്? സമസ്തയുടെ പഴക്കം ആർക്കാണുള്ളത്? ഔദ്യോഗികമായ സമസ്ത എന്ന് പറയാൻ ആർക്കാ അവകാശം? 100ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അവകാശം എന്നൊക്കെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ആ തർക്കത്തിൽ പഴക്കമുള്ള നേതാവ് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ആളുകളേക്കാൾ പഴക്കം കേരള സംസ്ഥാന ജംഇയ്യത്തുലമായിലെ പണ്ഡിതന്മാർക്കുണ്ട്. 67 ഇന്ന് നിലവിലുള്ള 2 സമസ്തയിലെ ഒരു മെമ്പറും സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ ജനറൽ ബോഡി മെമ്പർ പോലും അല്ല, ഔദ്യോഗികമായിട്ട് മെമ്പർമാരല്ല. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുലമയാണ് ഇന്നും പഴയകാലത്തെ സമസ്ത എന്ന് പറയാൻ അർഹമായിട്ടുള്ളത്. എങ്കിലും സമസ്തയുടെ പേര് സ്വീകരിക്കാൻ ശൈഖുന അവറുകളോ കേരള സംസ്ഥാന ജംഇയ്യത്തുലമയോ ഒരിക്കലും മുതിർന്നിട്ടില്ല. കാരണം ഔദ്യോഗികമായി രാജ്യത്ത് ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ നിയമാവലി പ്രകാരം ഒരു സംഘം രജിസ്റ്റർ ചെയ്താൽ ആ സംഘത്തിൻ്റെ ലെവലിൽ പോകുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിലല്ല കേരള സംസ്ഥാന ജംഇയ്യത്തുലമ ഉള്ളത്. പേര് മാറി. കേരള സംസ്ഥാന ജംഇയ്യത്തുലമ രൂപീകരിച്ചപ്പോൾ സമസ്തയുടെ ഒന്നും കൊണ്ടുപോന്നിട്ടില്ല. ആശയമല്ലാതെ, ആദർശമല്ലാതെ, പാരമ്പര്യമല്ലാതെ മറ്റൊന്നും കൊണ്ടുപോന്നിട്ടില്ല. ഔദ്യോഗിക ഫയലുകളോ ഔദ്യോഗിക രേഖകളോ ഓഫീസോ വിദ്യാഭ്യാസ ബോർഡോ പാഠബുക്കോ ഏതെങ്കിലും സംഘടനകളോ കൊടിയോ പതാകയോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്നിനും തർക്കത്തിന് നിന്നിട്ടുമില്ല. ഈ നിലക്ക് സമസ്തയിൽ നിന്ന് പിരിഞ്ഞ് സമസ്തയുടെ പേരിൽ നിൽക്കുന്ന അംഗങ്ങളെ ആകണം, അതുപോലത്തെ സംഘങ്ങളെയുമാകണം ഈ ഐക്യാഹ്വാനത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നത്. മാത്രവുമല്ല, കേരള സംസ്ഥാന ജംഇയ്യത്തുലമ താരതമ്യേന നിലവിലുള്ള സുന്നി സംഘടനകളിൽ കുറഞ്ഞ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘമാണ്. ജംഇയ്യത്തുലമ എന്ന നിലയിൽ എല്ലാ സംഘടനകൾക്കും 40 അംഗ മുശാവറയാണ്. അത് കേരള സംസ്ഥാന ജംഇയ്യത്തുലമക്കുമുണ്ട്. ജനറൽ ബോഡിക്ക് നിർണിതമായ അംഗങ്ങളുടെ പരിമിതികളുണ്ട്. അത് എല്ലാ സംഘടനകളെയും പോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുലമക്കുമുണ്ട്. പക്ഷെ പിന്തുണക്കുന്ന ജനങ്ങൾ, ബഹുജനങ്ങൾ, ജംഇയ്യത്തുലമയല്ല, ബഹുജനങ്ങൾ പിന്തുണക്കുന്നത് കേരള സംസ്ഥാന ജംഇയ്യത്തുലമക്ക് ആപേക്ഷികമായി കുറവാണ്. ആ നിലക്ക് തന്നെ ആപേക്ഷികമായി കുറവായ ഒരു സംഘത്തെ കിട്ടണമെന്ന് ആരും കൊതിക്കൂല. അപ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുലമ അതിൽ ചെല്ലണമെന്ന് ഒരിക്കലും ഇത് ആഹ്വാനം ചെയ്ത് ഉദ്ദേശിച്ചിരിക്കാനിടയില്ല. ഉണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോരാനിടയാക്കിയ കാരണമെന്താണെങ്കിൽ ആ കാരണങ്ങളൊക്കെ പരിശോധിച്ച് കേവലം സംഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ, കേവലം അണ്ടിയോ മാങ്ങയോ മൂത്തത് എന്ന് പറഞ്ഞ തർക്കമോ മൂപ്പിളമ തർക്കമോ അല്ലല്ലോ കേരള സംസ്ഥാന ജംഇയ്യത്തുലമ രൂപീകരിക്കാനിടയാക്കിയ കാരണം. കേരള സംസ്ഥാന ജംഇയ്യത്തുലമ നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദർശവും പാരമ്പര്യവും കീഴ്വഴക്കവും തീരുമാനങ്ങളും ഔദ്യോഗികമായ രേഖയും ഉദ്ദേശ്യലക്ഷ്യവും ആസകലം കൊണ്ടാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുലമയുടെ നേതാക്കന്മാർ സമസ്തയിൽ നിന്ന് പോന്നതും സമസ്തയിൽ നിന്ന് മാറി കേരള സംസ്ഥാന ജംഇയ്യത്തുലമ രൂപീകരിച്ചതും. ഇതിനിടയാക്കിയ കാരണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് 42 വർഷത്തെ അവിഭക്ത സമസ്ത, ആധുനീകരിക്കപ്പെടാത്ത സമസ്തയുടെ നയം പോലെ സമസ്ത നീങ്ങുകയാണെങ്കിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുലമ പിരിച്ചുവിടാൻ തയ്യാറാണെന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുലമ എപ്പോഴും പറയാറുള്ളതാണ്. നമ്മുടെ പ്രചാരണ സമ്മേളനങ്ങളിലും ഔദ്യോഗിക സമ്മേളനങ്ങളിലുമൊക്കെ ഇത് പറയാറുള്ളതുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന എന്ന നിലയിൽ മാത്രം നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു സംഘടന എന്ന ഒരു ലക്ഷ്യവും കേരള സംസ്ഥാന ജംഇയ്യത്തുലമയ്ക്കില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ശരിയായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും 4 മദ്ഹബുകളെയും സംരക്ഷിക്കാനും 2 വിശ്വാസ സരണികളെയും സംരക്ഷിക്കാനും അതെല്ലാം യാഥാർത്ഥ്യമാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയാണ് എന്ന് ഉറപ്പിച്ചു പറയാനും ഒരു സംഘം വേണം. അതിന് പറ്റുന്ന സാഹചര്യം സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ഇല്ലാതായപ്പോൾ രൂപം കൊണ്ട ഒരു സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുലമ. ഇതുകൊണ്ടു തന്നെ
ആ ഒരു സാഹചര്യം വന്നാൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഐക്യ ചർച്ചയുടെയും ആവശ്യം വേണ്ട, വേറൊന്നിൻ്റെ ആവശ്യം വേണ്ട. സാഹചര്യം വന്നാൽ ഈ സംഘടന പിരിച്ചുവിടും. ഈ സംഘം ഇതാണ് ഇതിൻ്റെ നയം. വാസ്തവത്തിൽ സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ ഇനിയൊരു 100-ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കാണ് പ്രഖ്യാപിക്കാനുള്ള അവകാശം? ആരാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ തറവാട്ടിലുള്ളത്? ആരാണ് ഖർവാപ്പസി എന്ന് പറയുമ്പോൾ ആ തറവാട് വീട്ടിൽ നിലകൊള്ളുന്നത് എന്നൊക്കെയുള്ള തർക്കങ്ങളിലാണ് ഇപ്പോഴും ഇത് ആഹ്വാനം ചെയ്യുന്നത്. ഇത് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ മറുഭാഗത്തെ കൊച്ചാക്കുന്ന തരത്തിലും പരിഹസിക്കുന്ന തരത്തിലുമുള്ള ശബ്ദങ്ങൾ, വിശേഷണങ്ങൾ നൽകിയിട്ടാണ് ആഹ്വാനം. ഈ ആഹ്വാനത്തെ സ്വീകരിച്ചവരാണെങ്കിലോ പഴയ കാലത്തൊന്നും സമസ്തയിലില്ലാത്ത പിന്നീട് എങ്ങാനും മെമ്പറായി കടന്നു വന്നവർക്കൊന്നും ഇതിൻ്റെ യാതൊരു പാരമ്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഐക്യാഹ്വാനത്തെ മറുവിഭാഗം പ്രതികരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതും അത് ചെയ്യാമെന്ന് പറയുന്നതും. അപ്പോൾ ആഹ്വാനത്തിൻ്റെ സമയത്ത് പോലും ആത്മാർത്ഥത പുലർത്താതെ, സത്യസന്ധത പുലർത്താതെ, നിഷ്കളങ്കത പുലർത്താതെ പരസ്പരം ചെറുതാക്കാനും കൊച്ചാക്കാനും, ആരാണ് അവകാശി, ആരാണ് മൂത്തത്, ആരാണ് അണ്ടി, ആരാണ് മാങ്ങ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഈ രണ്ടു സംഘങ്ങളും ഈ ഐക്യാഹ്വാനം നടത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ആത്മാർത്ഥമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല, ഔദ്യോഗികമായി രണ്ടു സംഘത്തിനും സമസ്ത അവകാശപ്പെടാനുള്ള ചില പോയിന്റുകളുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം ഔദ്യോഗികമായി നിലവിലിരുന്നത് കൊണ്ടുപോകുന്നത് ഈ AP സമസ്തക്കാരാണ്. വിദ്യാർത്ഥി സംഘടനയായിരുന്ന SSFനെ വിദ്യാർത്ഥി സംഘടനയായി സമസ്ത അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഏതായാലും വിദ്യാർത്ഥി സംഘടനയായിരുന്നു അത്. അതിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നത് APക്കാരാണ്. സുന്നി വോയ്സ് എന്നൊരു മുഖപത്രം ഉണ്ടായിരുന്നു, അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് APക്കാരാണ്. അങ്ങനെ പലതും APക്കാർക്കുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ട മദ്രസകളുടെയും അംഗീകാരങ്ങളുമെല്ലാം കാത്തു സൂക്ഷിക്കുന്നതും അത് അങ്ങനെ തന്നെ നടത്തിപ്പോരുന്നതും EK സമസ്തക്കാരാണ്. സമസ്തയുടെ ഔദ്യോഗിക ഓഫീസുകളും അവരുടെ പക്ഷത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഔദ്യോഗികത അവകാശപ്പെടാനും ഞങ്ങളാണ് സമസ്ത എന്ന് പറയാനുമുള്ള പോയിന്റുകൾ രണ്ടു കൂട്ടർക്കുമുണ്ട്. ആ പോയിന്റുകൾ വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ആരാണ് സമസ്ത എന്നുള്ള തർക്കത്തിൽ നിന്ന് ഇപ്പോഴും തീർപ്പായിട്ടില്ല. അത് തീർപ്പാക്കിയിട്ട് വേണം ഐക്യം നടക്കാൻ, രണ്ടും ഒന്നായി ഒരു സമസ്തയാകാൻ. പോരാ, പേരിനും നിയമത്തിനും നമ്മുടെയൊക്കെ സംസാരങ്ങളിലും ഔദ്യോഗിക സമസ്ത എന്ന് പറയാറുള്ളത് EK സമസ്തയാണ്. ഓഫീസ് അവരുടെ കയ്യിലാണ്. കേസിൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ മുശാവറയുടെ പാരമ്പര്യം അവർക്കാണ് എന്ന് കേസിൽ വിധിയായിട്ടുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ സമസ്തയുടെ ഔദ്യോഗിക മുശാവറ അവരുടേതാണ്, ഓഫീസ് അവരുടെ കയ്യിലാണ്, വിദ്യാഭ്യാസ ബോർഡ് അവരുടെ കയ്യിലാണ്. ഇതെല്ലാം നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഔദ്യോഗിക സംഘമായി ഗർവാപ്പസി പറയാൻ, തറവാട്ടിലേക്ക് പോരൂന്ന് പറയാനൊക്കെ അവകാശം ഇന്നത്തെ EK സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളവർകൾക്കുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ന്യായമായ രീതിയിലാണ് പറയേണ്ടത്, മറുവിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറയേണ്ടത്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ അടക്കമുള്ളവരെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ആ സംസാരത്തിനു പകരം തറവാട്ടിലേക്ക് പോകുന്നോളി എല്ലാവരും ബാക്കിയൊക്കെ മാറ്റിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനം. ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ രസമുണ്ടായിരുന്നു. ആ തറവാട് നല്ല സുഖകരമായി ശാന്തമായി എല്ലാവരും ചെല്ലണമെന്ന് കൊതിച്ച് നിൽക്കുന്ന അസൂയാവഹമായ രീതിയിൽ ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇത് പറയുന്ന സമയത്ത് ആ തറവാടിൻ്റെ കഥ എന്താ? തല്ലൊഴിഞ്ഞ നേരമുണ്ടോ? കലഹം തീർന്ന സമയമുണ്ടോ? ബാക്കിയേറ്റൊഴിഞ്ഞ നേരമുണ്ടോ? ആരാണ് തറവാട്ടിലുള്ളത്? തറവാട്ടിൽ ആരാന്നാണ് പറയുന്നത്? പാണക്കാട്ട് തങ്ങന്മാർ പുറത്ത്, അവരെ സ്വീകരിക്കുന്നവർ പുറത്ത്. ഈ രീതിയിലുള്ള ഒരു തറവാടിലേക്കാണോ സുന്നികളെ ഒന്നായിട്ട് ക്ഷണിക്കുന്നത്? അപ്പോൾ തറവാടൊന്ന് ശുദ്ധീകരിച്ച്, തറവാട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ എല്ലാവരെയും ഭാഗഭാക്കാകാൻ വേണ്ടി പരിശ്രമിച്ച് ആത്മാർത്ഥമായി
ഇന്നത്തെ ചുറ്റുപാടിൽ ബഹുസ്വര ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ മതേതരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധം കലുഷമായ വർഗീയ വിഷം വമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെ അന്യവൽക്കരിക്കപ്പെടുകയും മുസ്ലിങ്ങളെ മൊത്തമായി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ മുസ്ലിംകൾ എന്ന നിലയിൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന നിലയിൽ ഒറ്റ സംഘടന മതി എന്ന് തീരുമാനിക്കാൻ, ആ തീരുമാനപ്രകാരം നല്ല ആത്മാർത്ഥതയോടുകൂടെ ഈ വിഷയം അവതരിപ്പിക്കുകയും അതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഐക്യം യാഥാർത്ഥ്യമാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോഴും ഓഫീസ് വേണം, സ്ഥാപനം വേണം, അപ്പുറം വേണം, ഇപ്പുറം വേണം, തറവാട് ആരാണെന്ന് ആദ്യം പറയണം എന്ന് പറയുന്നിടത്ത് നിന്നാൽ ഇതൊരിക്കലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരള സംസ്ഥാന ജമിയത്തുലമയെ ഇതിൽ ലക്ഷ്യമാക്കിയിരിക്കാൻ സാധ്യതയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. ഉണ്ടെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് രൂപീകരിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം എന്താണോ ആ പശ്ചാത്തലത്തിനനുസരിച്ചുകൊണ്ട് അവിഭക്ത സമസ്തയുടെ 42 വർഷത്തെ നയം സുന്ദരമായി സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുലമ പിരിച്ചുവിട്ടുകൊണ്ടു തന്നെ അതിൻ്റെ അംഗങ്ങളൊക്കെ സമസ്തയിലേക്ക് വരാൻ തയ്യാറാണ്. ഇന്ന് കേരള സംസ്ഥാന ജമിയത്തുലമയിലുള്ള പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൗലാന കടങ്ങൽ ഉസ്താദ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കേരള സംസ്ഥാന ജമിയത്തുലമ എന്ന സംഘം, ആ സംഘത്തിൻ്റെ സത്യത, ആ സംഘത്തിൻ്റെ ആദർശ ഭദ്രത, ആ സംഘത്തിൻ്റെ പ്രതിബദ്ധത, ആ സംഘത്തിൻ്റെ മഹിമ കണ്ടുകൊണ്ട് അതിൽ ചേർന്നവരാണ്. സമസ്ത ഭൂരിപക്ഷത്തിൻ്റേതായി അന്നൊക്കെ ഉണ്ട്. ഉദാഹരണമായി ഈ ഉള്ളവനെ പോലുള്ള ആളുകളൊക്കെ കേരള സംസ്ഥാന ജമിയത്തുലമയിൽ ചേരുന്നത് വലിയ ഭൂരിപക്ഷത്തിൻ്റെ സംഘമായി ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായി സമസ്ത കേരള ജമിയത്തുലമ നിലവിലിരിക്കുകയാണ്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ മഹാസംഘത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നല്ലോ, സമസ്ത കേരള ജമിയത്തുലമയിലേക്ക് പോന്നാൽ മതിയായിരുന്നല്ലോ. അപ്പം നിലവിലിരിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുലമ പോരാ, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള സംസ്ഥാന ജമിയത്തുലമയിൽ ചേർന്നിട്ടുള്ളവരാണ് അവിഭക്ത സമസ്തയിൽ മെമ്പറായിരുന്ന പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ഇന്ന് സംസ്ഥാന ജമിയത്തുലമയിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന ജമിയത്തുലമക്ക് സമസ്ത നേരാകേ വേണ്ടുള്ളൂ. സമസ്ത നേരായാൽ കേരള സംസ്ഥാന ജമിയത്തുലമ ഇല്ലാതാകും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജമിയത്തുലമയ്ക്ക് പറയാനുള്ളത്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ-ഉലമ പ്രസിഡന്റായിരുന്ന ഷെയ്ഖുന താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ അഖില കേരള ജംഇയ്യത്തുൽ-ഉലമയിൽ ഉണ്ടായിരുന്നു. അഖിലയുടെ ഫത്വ കമ്മിറ്റിയിൽ ഒ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ടി ഹസൻ ഹസരത്ത് എന്നിവർക്കു ശേഷം 3-ാം നമ്പറായി എ കുഞ്ഞലവി മുസ്ലിയാർ എന്ന് അഖിലയുടെ ജംഇയ്യത്ത് വാർഷിക പതിപ്പിൽ കാണുന്നു. എന്താണ് വസ്തുത? അതുപോലെ കാസർഗോഡ് ഖാദി അബ്ദുറഹ്മാൻ മുസ്ലിയാരും ആ ഫത്വ സമിതിയിലുണ്ടായിരുന്നുവെന്ന് കാണുന്നു. അവർ നമ്മുടെ പ്രഥമ വൈസ് പ്രസിഡന്റ് അവറാൻ മുസ്ലിയാരായിരിക്കണം. ഷെയ്ഖുനായോടൊപ്പം സമസ്തയിൽ നിന്ന് രാജിവെച്ചു വന്നവരല്ലേ അവറാൻ മുസ്ലിയാർ? അദ്ദേഹവും അഖിലയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖുന മാത്രമാണ് സമസ്ത കേരള ജമി